കെ മുരളീധരൻ MLA, മുൻ MP, മുൻ വൈദ്യുതി മന്ത്രി, മുൻ KPCC പ്രസിഡന്റ് തുടങ്ങി നിരവധി പദവികൾ കൈകാര്യം ചെയ്ത നേതാവ്. കെ കരുണാകരൻ സ്വന്തം പാർട്ടി ഉണ്ടാക്കിയപ്പോൾ കൂടി പരാജയപ്പെട്ട് ഒരു വഴിക്കായി വീണ്ടും മാതൃപാർട്ടിയിലെത്തിയ നേതാവ്. ഈയിടെയായി മുരളീധരൻ പണ്ട് കോൺഗ്രസിലുണ്ടായിരുന്നതിനേക്കാൾ ഫോമിലാണ്. DCCയിൽ I ഗ്രൂപ്പ് മേധാവിത്വം കൂടി ആയതോടെ കരുമുരളി ഒന്നുകൂടി ഫോമിലായി. എവിടെ എത്തിയാലും വിമർശനങ്ങളോട് വിമർശനങ്ങളാണ്. കേന്ദ്ര സർക്കാരിനെതിരെയും കേരള സർക്കാരിനെതിരെയും. ആദ്യം കേന്ദ്രത്തിൽ പിടിക്കാം. മോദിക്കുള്ള ചാപ്പകുത്ത് രണ്ടാം ഭാഗം. എന്തെല്ലാം പരിഷ്കാരങ്ങളാണ് കൊണ്ടുവന്നത്. നോട്ട് പിൻവലിച്ചിട്ട് ആദ്യം പറഞ്ഞു ഒരു ദിവസം 4000 രൂപ വെച്ച് പിൻവലിക്കാം. പിന്നെ പറഞ്ഞു 4000 പറ്റില്ല, 2000 വെച്ച് പിൻവലിക്കാം. പിന്നെ പിൻവലിക്കൽ മാത്രമല്ല, ഒരു കുത്തും കിട്ടും. നമ്മൾ ഇലക്ഷനിലൊക്കെ വോട്ട് ചെയ്താൽ ഇത് ഉയർത്തി കാണിക്കല്ലേ, എന്ത് സന്തോഷത്തോടു കൂടിയിട്ട് നമ്മൾ കാണിക്കാതെ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. ഇതങ്ങനെയാണോ? അവനോ അധ്വാനിച്ചുണ്ടാക്കിയ കാശിൻ്റെ 2000 രൂപ എടുക്കുമ്പോൾ ഒരു കുത്ത്, ചാപ്പ കുത്ത്. പിറ്റേ ദിവസം ചെല്ലുമ്പോൾ മറ്റേ വിരലൊരു കുത്ത്. അവസാനം 2 കൈയിലും 2 കാലിലും കൂടെ 20 സ്ഥലത്തും കുത്തി കഴിഞ്ഞപ്പോഴാണ് ഇനി 21ാമത്തെ എവിടെ കുത്തും, അവിടെയാണ് സംശയം വന്നത്. അപ്പോഴത് പിൻവലിച്ചു. ഇങ്ങനെ ഒരു നാണം കെട്ട ഏർപ്പാടുണ്ട്. അടുത്തതായി ഒരു സംശയ ദൂരീകരണമാണ്. എന്താണ് ഈ ക്യാഷ്ലെസ് സമ്പ്രദായം? മോദി കൊണ്ടുവന്ന പരിഷ്കാരത്തെക്കുറിച്ച് മുരളീധരൻ വിശദീകരിക്കും. ഒരു ചായ കഴിക്കണമെങ്കിൽ ബാങ്കിൽ 10 ലക്ഷം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. ചായക്കുള്ള കാശ് ആരോടെങ്കിലും കടം വാങ്ങും. അതിനാണ് മോഡി പറയുന്നത് എന്താ അറിയോ? ക്യാഷ് ലെസ് ഏർപ്പാട്, ക്യാഷ് ലെസ്. ഇന്നലെ ഒരു പാർട്ടി പറഞ്ഞു ശരിയാ, ഞങ്ങളൊക്കെ ഇപ്പൊ ക്യാഷ് ലെസ് ആണൊന്നും ഇല്ലാണ്ടായി. അതിന് 20 രൂപയ്ക്ക് ചായ കുടിച്ചിട്ട് നമ്മൾ ക്രെഡിറ്റ് കാർഡ് കൊടുക്കുക. എത്ര പേർക്കുണ്ട് ക്രെഡിറ്റ് കാർഡ്? എന്തൊക്കെ തോന്നിവാസം അവിടെ നടക്കുന്ന ഈ രാജ്യത്ത്. ഇനി ഇത്തരം പരിഷ്കാരങ്ങൾ നടത്തുന്ന മോദി രാജാവിനെയും BJP ഭരണത്തെയും എന്ത് ചെയ്യണമെന്നതിലേക്കാണ് മുരളീധരൻ കടക്കുന്നത്. 50 ദിവസത്തിനകം പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ എന്നെ തൂക്കിക്കൊല്ലൂന്നാ പറഞ്ഞത്. 31 ദിവസം കഴിഞ്ഞു. ഇനി 19 ദിവസം കഴിഞ്ഞാൽ തൂക്കിക്കൊല്ല, മോഡിയുടെ ഭാഷ പറഞ്ഞാൽ. പക്ഷേ നമ്മൾ തൂക്കിക്കൊല്ലല്ല ചെയ്യുന്നത്. മോഡിനെ ഇപ്പോൾ തൂക്കിക്കൊല്ലാൻ പറ്റാത്തതുകൊണ്ട് ആദ്യം തന്നെ മോഡിയുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥിനെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലൂടെ ആദ്യം ശരിയാക്കുക. അത് കഴിഞ്ഞ് 2.5 കൊല്ലം കഴിയുമ്പോൾ പാർലമെന്റ് വരുമല്ലോ, അപ്പോൾ മോഡി ഇനിയും ശരിയാക്കാം. അതാണ് പറഞ്ഞത്. ഇത് തുടക്കമാണെന്ന് സൂചിപ്പിക്കാൻ. ഇനി കേരളത്തിലേക്കാണ്. പിണറായി സർക്കാരിൻ്റെ വിചാരണയാണ്. ചിറ്റപ്പനിലാണ് തുടങ്ങുന്നത്. രാജിവെച്ച് പോയ ജയരാജനെതിരെ പ്രഖ്യാപിച്ച ക്വിക്ക് വെരിഫിക്കേഷൻ അഥവാ ത്വരിത പരിശോധന എന്തായി എന്നാണ് മുരളീധരൻ ചോദിക്കുന്നത്. ഇടതുപക്ഷം വരും, എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. പക്ഷേ ചിറ്റപ്പൻ വന്നപ്പോഴാണ് ബന്ധുക്കൾക്കൊക്കെ സുഖമായത്. ക്വിക്ക് വെരിഫിക്കേഷൻ്റെ അർത്ഥം എപ്പോഴാണ് മനസ്സിലാവും. എന്ത് ചെയ്താലും ക്വിക്ക് വെരിഫിക്കേഷൻ. പക്ഷേ EP ജയരാജന്റെ ക്വിക്ക് വെരിഫിക്കേഷൻ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. സാധാരണ നിയമം അനുസരിച്ച് ക്വിക്ക് വെരിഫിക്കേഷൻ 42 ദിവസമാണ്. ഇത് 65 ദിവസമായി. ഇതിലിപ്പോൾ എന്താ അത്ര ക്വിക്ക് വെരിഫിക്കേഷൻ? ജയരാജന്റെ ഭാര്യയുടെ സഹോദരിയാണ് ശ്രീമതി ടീച്ചർ എന്നുള്ളതിന് ക്വിക്ക് വെരിഫിക്കേഷൻ വേണം. ശ്രീമതി ടീച്ചറുടെ മകനാണ് സുധീർ നമ്പ്യാർ എന്നുള്ളതിന് ക്വിക്ക് വെരിഫിക്കേഷൻ വേണം. ആ സുധീർ നമ്പ്യാരെയാണ് മറ്റേ ജയരാജന്റെ കീഴിലെ കോർപ്പറേഷന്റെ എക്സിക്യൂട്ടീവ് അധികാരമുള്ള, അതാണ് ഞാൻ പറയുന്നത്, എക്സിക്യൂട്ടീവ് അധികാരമുള്ള MD ആക്കിയത് എന്നുള്ളതിന് ക്വിക്ക് വെരിഫിക്കേഷൻ വേണോ? ഇത് തന്നെയാണ് EP ജയരാജനും ചോദിക്കുന്നത്. തന്നെ ശിക്ഷിക്കുമോ അല്ലെങ്കിൽ വെറുതെ വിടുമോ? എന്തായാലും മുരളീധരൻ സംഗതി ഓർമ്മിപ്പിച്ചത് നന്നായി. ആ കാര്യത്തിൽ ഒരു തീരുമാനമാകും. മുരളി തുടരുകയാണ്. കേരളത്തിൽ വീണ്ടും പണ്ടുകാലത്തെ അവസ്ഥയായി എന്നാണ് പറഞ്ഞു വരുന്നത്. ജന്മി കുടിയാൻ ബന്ധം പോലെയായി കാര്യങ്ങളെന്ന്. പിന്നെ അതിലൂടെ കയറി പിടിക്കുന്നത് മന്ത്രി മണിയാശാന്റെ കഴുത്തിലാണ്. എന്തോ ആശാന് വലിയ ഇഷ്ടമാണ് എല്ലാവർക്കും. അവിടെ ജന്മി കുടിയാൻ ബന്ധം. ഒരു യജമാനൻ കൽപ്പിക്കുന്ന മാർക്സിസ്റ്റുകാരൻ, അനുയായികൾ അനുസരിക്കും. അതിനെയാണല്ലോ ഇപ്പോഴത്തെ മന്ത്രിസഭയുടെ സ്ഥിതി. 19 അംഗ മന്ത്രിസഭയിൽ ഒരു യജമാനനും 18 ഭൃത്യന്മാരും. അതാണ് ഇടതുപക്ഷം. പിന്നെ മണിയാശാന്റെ പോലത്തെ മന്ത്രിമാർ. മണിയാശാന്റെ വകുപ്പ് വൈദ്യുതിയാണ്. ഞാൻ കുറച്ചു കാലം കൊണ്ടുവരുന്ന വകുപ്പാണ്. ആ വകുപ്പിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താ അറിയോ? മഴയില്ല. ഈ എരണം കെട്ടാൻ ഭരിക്കാൻ വന്ന നാട് മുടിയുന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്.
തുലാവർഷം ഉണ്ടായില്ല, കാലവർഷം ഉണ്ടായില്ല, ഒന്നുമില്ല. ഇപ്പൊ ഏതാണ്ട് ഡാമുകൾ മാത്രമല്ല, നമ്മുടെ നാട്ടിലെ ചെറിയ തോടുകളിൽ പോലും വെള്ളമില്ല. അപ്പൊ ഇനി നമുക്ക് എന്താ മാർഗം? വൈദ്യുതി ഉണ്ടാക്കാൻ പുറമേന്ന് വാങ്ങണം, കാശ് കൊടുത്ത് വാങ്ങണം. കാശ് കൊടുത്ത് വാങ്ങണമെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ പോകണം. എവിടേക്കാ പോകേണ്ടത്? കർണാടകത്തിൽ പോകേണ്ടി വരും, തമിഴ്നാട്ടിൽ പോകേണ്ടി വരും, ആന്ധ്രയിൽ പോകേണ്ടി വരും. പോകുമ്പോ ഉദ്യോഗസ്ഥന്മാര് പോവും, എന്നാലും മന്ത്രി കൂടെ ഒന്ന് പോണ്ടേ? മണിയാശാൻ ചെന്നാൽ എന്ത് ഭാഷയിലാ പറയുക? ആകെ മണിയാശാൻ അറിയുന്ന ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ 1 2 3 4, അത് കഴിഞ്ഞ് ഫൈനലോട്ട് അറിഞ്ഞുകൂടാ. ഇതൊക്കെയാണ് മന്ത്രിമാര്. അപ്പോ ഇനി വൈദ്യുതി എവിടെ നിന്ന് കിട്ടുന്നതാണ് ഇപ്പൊ നാട്ടുകാരാകെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വൈദ്യുതി ഇല്ല. പണ്ട് വിദ്യുച്ഛക്തി വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ആളല്ലേ? ഒന്ന് ചോദിച്ചോട്ടെ, ഈ വിദ്യുച്ഛക്തി എങ്ങനെ ഉണ്ടാക്കുന്നേ? പറയട്ടാ, അത് വെള്ളത്തിന്ന് ആണോ? പിന്നെന്താ വെള്ളത്തിൽ തൊട്ട ഷോക്ക് അടിക്കാത്ത? പറയാൻ അതൊക്കെ എന്തിനാ നമ്മൾ അറിയുന്നേ? സ്വിച്ച് ഇട്ടാ കറണ്ട് വരുന്നുണ്ടോ? അത് മാത്രം അറിഞ്ഞാ മതി. അതറിയില്ല. യവൻ പറയുന്നതിലും കാര്യമുണ്ടെന്നേ, പിന്നെന്താ ഷോക്കടിക്കാത്ത? നമ്മളെന്തിനാ വല്ലവന്റെയും കാര്യം ആലോചിച്ച് തല ഉണ്ടാക്കുന്നേ? മുരളീധരന്റെ കേസ് ജയരാജനും മണിയാശാനും അവധിക്ക് വെച്ചിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ കേസെടുക്കുമ്പോൾ മുരളീധരന് വയറ് നിറഞ്ഞോളും. കാത്തിരിക്കാം. ധർമ്മ പരിപാലന യോഗത്തിന്റെ വാഹന പ്രചാരണ ജാഥ എത്തിച്ചേരാൻ സമയമായി. അതിൽ പങ്കെടുക്കണം. ഇടവേള കഴിഞ്ഞ് കാണിക്കാനൊന്നും പോണില്ല.